ചെറിയ ചാറ്റൽ മഴയുണ്ട്. പ്രകൃതി പോലും കണ്ണീർ വാർത്തു നിൽക്കുന്ന ഒരു പ്രഭാതത്തിലാണ് VS-നെ വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലങ്കൃതമായ വാഹനം ഇപ്പോൾ സാവധാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുദ്രാവാക്യങ്ങൾ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ അവർ വിളിക്കുന്നു. ഞങ്ങളെയാകെ നയിച്ചവരെ ത്യാഗം കൊണ്ടി പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചവരെ കണ്ണേകരളെ VS ആരു പറഞ്ഞു മരിച്ചെന്ന് ഞങ്ങളിലുണ്ട്, കൂടെയുണ്ട്, ഞങ്ങളിലൊഴുകും ചോരയിലുണ്ട്. ഇൻകുലാബ് സിന്ദാബാദ്. ജന്മിത്വം കൊടികുത്തി വാണിരുന്ന കാലത്ത് VS എന്നൊരു സഖാവുണ്ടായിരുന്നു. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. കണ്ണേ കരളേ VS, ആലപ്പുഴയുടെ ജന്താരകമേ, പുന്നപ്പറയുടെ മണിമുത്തേ, ആര് പറഞ്ഞു മരിച്ചെന്ന്, ഇല്ല മരിക്കില്ല, ധീരസഖാവ് മരിക്കില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. നിങ്ങൾ ഉയർത്തിയ ജൻഘോരക്കൊടി ഞങ്ങൾ ഈ വാനിൽ ഉയർത്തിക്കെട്ടും. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. VS ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കുമെന്ന് പറയുന്നത് ആലപ്പുഴയെ സ്നേഹിച്ച, ആലപ്പുഴയുടെ മണ്ണിൽ ജനിച്ച, ആലപ്പുഴയുടെ ചന്താരകമാറിയ VS-ന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്, ആദരാഞ്ജലിയാണ്. അവർ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഉയർത്തിയ ചെങ്കുടി ഞങ്ങൾ വാനിൽ ഉയർത്തിക്കെട്ടും, നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾ ഈ ഭൂമിയിൽ ശാശ്വതമാക്കും എന്ന് പറയുന്നത് VS-ന്റെ സ്വന്തം ആലപ്പുഴയുടെ മനുഷ്യരാണ്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പാണ്. നോക്കൂ, VS-നെ കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് വലിയ സന്തോഷമാണ് കാണാൻ. അതുപോലെ തന്നെ ഭയങ്കര സങ്കടമുണ്ട്. ഒരിക്കലും മരിക്കത്തില്ല. കാണണം. ജീവനോട് കണ്ടിട്ടുള്ളതാരും പാട്ട് വെച്ച് കാണണം. അവസാനമായിട്ടൊന്ന് കാണണം. നിലവിളിച്ചും ആലപ്പുഴയുടെ മനുഷ്യര് VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. നങ്ങ്യാർകുളങ്ങരയിൽ നിന്ന് കരിയിലക്കുളങ്ങരയിൽ പിന്നിട്ട് വിലാപ വാഹനം എത്തുകയാണ്. VS-നെ കാത്തിരിക്കുകയാണ്. മണിക്കൂറുകൾ ഇവിടെ കാത്തിരിക്കും. ഇന്നലെ മുതൽ ഈ ആളുകളെല്ലാം ഇവിടെ കാത്തിരിക്കുന്നവരാണ്. ഇന്നലെ അതെ വോട്ടും ഇല്ല പോകാതെ ഇവിടെ ഇരിപ്പുണ്ട് ആളുകൾ. ഓക്കെ 12 മണിക്കൂറിൽ അധികമായി ഇരിക്കുന്നവരുണ്ട്. ചുമതലക്കാർ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കുമെന്ന് വിളിച്ചു പറയുന്നത് ആലപ്പുഴയുടെ ശുഭിത യുവനം ഞങ്ങളുടെ വിപ്ലവ സൂര്യനാണ്. ആ സൂര്യൻ മായുവോ? ഒരിക്കലും 5 മണി മുതൽ ഇവിടെ നിൽക്കും, കത്തിജ്വലിക്കും. ഞങ്ങളിലൂടെ കത്തിജ്വലിക്കും. VS ഞങ്ങളിലൂടെ കത്തിജ്വലിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം മണ്ണാർക്കാട് പാലക്കാട് വരികയാണ്. ഇന്നലെ രാത്രി തിരിച്ചു VS-നെ കണ്ടേ മടങ്ങും. അഴിമതിക്കാർക്കും കൈക്കൂലിക്കാർക്കും VS പേടി സ്വപ്നമായിരുന്നു. അതാണ് പറയാനുള്ളത്. ജനകീയ നേതാവായിരുന്നു. ആ VS ആണ് വിടവാങ്ങുന്നത് എന്നാണ്. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും.
നിങ്ങൾ കെട്ടിയ ഈ ചെങ്കുടി ഞങ്ങൾ വാനിൽ ഉയർത്തിക്കെട്ടും എന്നാണ് കേരളം ഒരുമിച്ച് പറയുന്നത്. ആലപ്പുഴയുടെ മണ്ണിലേക്ക് വരുമ്പോൾ ആലപ്പുഴയുടെ ചെന്താരകമേ എന്നാണ് ആലപ്പുഴ വിളിക്കുന്നത്. കാത്തിരിക്കുക വാർത്തയൊക്കെ കാണാറുണ്ട്. വാക്കുകളില്ല പറയാൻ സാറേ. അതുപോലെ ഞങ്ങളുടെ ചങ്കിലെ ചങ്കയല്ലേ കരളെ VSA എന്ന് വിളിക്കുക. ഞങ്ങളുടെ VSനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ് വന്നത്. കോട്ടയത്ത് ഞങ്ങളുടെ വനിതകൾ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. കണ്ടെങ്കിലും പോകണം. അത് തന്നെ അറിഞ്ഞു പോകണം. തീർച്ചയായിട്ടും നിങ്ങളുമായി എത്തിയതാണ്. VSനെ കാണാൻ എത്തിയവരാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നങ്ങ്യാർകുളങ്ങരയിലാണ്. കരിയിലക്കുളങ്ങര പിന്നിട്ട് പത്തനംതിട്ടയിൽ നിന്നാണ് വന്നത്. പത്തനംതിട്ടയിൽ നിന്ന് വന്നവര്, പാലക്കാട്ടിൽ നിന്ന് വന്നവര്, ദേശീയപാതയുടെ ഇരുവശങ്ങളിലും. എവിടെ നിന്നാ വന്നത്? VSനെ ഒന്ന് കണ്ടിട്ടേ VSനെ കണ്ടിട്ട് മാത്രമേ പോകൂ. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പാണ്. ഒരു വ്യക്തി VSനെ കാണാൻ വേണ്ടി ഒഴുകിയെത്തിയ ഒരു ജനക്കൂട്ടത്തെ പ്രേക്ഷകർക്ക് കാണാം. പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ VS ഉയർത്തിയ ആ ചെങ്കുടി ഞങ്ങൾ വാനിൽ ഉയർത്തിക്കെട്ടും എന്നാണ് പറയുന്നത്. VS ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ ഭൂമിയിൽ ശാശ്വതമാക്കും എന്ന് പറയുന്നത് ആലപ്പുഴയിലെ VSനെ സ്നേഹിച്ച മനുഷ്യർ. VS എല്ലാ കാലത്തും ആലപ്പുഴയുടെ ചെന്താരകമായി, പുന്നപ്പുറയുടെ മുത്തായി കേരള രാഷ്ട്രീയത്തിൽ ഒരു അത്ഭുതമായി മാറുന്ന കാഴ്ചയാണ് ഈ പ്രഭാതത്തിൽ കാണുന്നത്. ആ വിപ്ലവ സൂര്യൻ ഇല്ലാതായി രണ്ടാമത്തെ സൂര്യോദയമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ VSനെ നെഞ്ചിലേറ്റിയ ഒരു വലിയ സമൂഹം ഇപ്പോൾ ഈ പ്രഭാതത്തിലും VSന് അന്ത്യയാത്രാമൊഴി നേരാനായിട്ട് എത്തുന്നു. TV പ്രസാദ് നമുക്കൊപ്പമുണ്ട്. TV പ്രസാദ്, കരിയിലക്കുളങ്ങരയിൽ നിന്ന് വളരെ സാവധാനം VSനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ നങ്ങ്യാർകുളങ്ങരയിലേക്ക് എത്തണം. നങ്ങ്യാർകുളങ്ങരയിൽ വലിയ ഒരാൾക്കൂട്ടമുണ്ട്. ഒരു ജനസാഗരം ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഹരിപ്പാടും സമാനമായ ഒരു കടലുണ്ട്. ഒരു കടലിരമ്പം പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരിക്കൽ കൂടി TV പ്രസാദിലേക്ക്. TV പ്രസാദ്, മണിക്കൂറുകൾ കാത്തുനിന്ന മനുഷ്യര്, VSനെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്ന മനുഷ്യര്, ഏതൊക്കെ ദേശങ്ങളിൽ നിന്ന് പല ദിക്കുകളിൽ നിന്നെത്തിയ മനുഷ്യര് VSനെ കണ്ടു മടങ്ങിയോ കരിയിലക്കുളങ്ങരയിൽ നിന്ന്? എന്താണ് കാഴ്ചകൾ? അരുൺ ഒരു മനുഷ്യ മതിലായി മാറിക്കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാ? സ്ഥലം എവിടെയാ? രാമപുരം. ഇവിടെ ശരിക്കും ഇല്ലല്ലോ അല്ലേ? പക്ഷെ എന്നിട്ടും ആളുകൾ വന്ന് വഴിയിലെല്ലാം ആളുകൾ വന്ന് നിൽക്കുകയാണ്. ഇത് പാർട്ടി നിശ്ചയിച്ച പോയിന്റ് അല്ല. പക്ഷെ എന്നിട്ടും നമുക്കിത് അങ്ങോട്ടേക്ക് കാണാം. വലിയ മനുഷ്യ മതിലാണ്. VSനെ കാണാൻ തന്നെയാണ്. കണ്ടേ പോകത്തുള്ളൂ. ഇഷ്ടമാണ്. അത്ര ഇഷ്ടമാണ്. വികാരാണല്ലേ? വികാരമാണ്. പ്രായമുള്ളവരും രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്ന മനുഷ്യരും. ആ മഴയാണ്, കനത്ത മഴയാണ്. ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നിട്ടും VSനെ കണ്ടിട്ടേ പോകും. ഇഷ്ടമുള്ള നേതാവാണ്. എത്ര മണിക്കെത്തി ഇവിടെ? രാവിലെ TV നോക്കിയിട്ട് സമയം നോക്കി അരുണിത ഒരു മനുഷ്യ മതിൽ പോലെ ഇവിടെ. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ഇവിടെ ഒരു പോയിന്റ് ഒരുക്കിയില്ല. പക്ഷെ എന്നിട്ടും രാമപുരത്ത് നിരവധി പേർ VSനെ കാത്തിവിടെ നിൽക്കുന്നു. എല്ലാവരും ഒരുപാട് ഇഷ്ടമുള്ള നേതാവായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെയാണോ കാണാമെന്ന്? എന്തായാലും കാണണം. എന്താ പറയാനുള്ള VSനെ കുറിച്ച്? ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഒരു വൈകാരികമായ അടുപ്പല്ല. കണ്ണു നിറയുന്നുണ്ട്. അത്രയും ഇതാണ് അല്ലേ? അരുൺ ഇത് കണ്ടല്ലോ. അരുൺ, ഒരുപാട് പ്രായമുള്ളവർ, കുട്ടികൾ, അങ്ങനെ പ്രായവ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആളുകളാണ് നിശ്ചയിക്കാത്ത പോയിന്റിൽ പോലും തടിച്ചുകൂടുന്നത്. ഇനിയും ഒരുപാട് വൈകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. അരുൺ, സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. നേരത്തെ നിശ്ചയിച്ച എല്ലാ സമയക്രമവും തെറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ VSന്റെ യാത്രയ്ക്ക് എല്ലാ കാലങ്ങളിലും സമയവും കാലവും തെറ്റിയിരുന്നില്ല.
കാലം തെറ്റിയാലേ VS മുഖ്യമന്ത്രിയായത്, കാലം തെറ്റിയല്ലേ VS പ്രതിപക്ഷ നേതാവായത്. 82ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും VS ആണെന്നുകൊണ്ട് ആരെങ്കിലും കരുതിയിരുന്നു. VS മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിൽ VS പരാജയപ്പെടുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു. VS കേരളത്തെ നയിക്കുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിൽ VS തോറ്റുപോകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു. മാരാരിക്കുളത്തെ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം VSനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്? VS ഒരു നിമിഷം ആലോചിച്ച് തലയുയർത്തി അവരോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, പാർട്ടി പരിശോധിക്കും. അതായിരുന്നു VS, അതായിരുന്നു കമ്മ്യൂണിസ്റ്റ്. ഒരിക്കൽ പോലും പാർട്ടി ഒറ്റുകൊടുത്തിട്ടില്ല VS. പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത ആശയധാരകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴും അത് പാർട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയായി ഒടുവിലിത് പരിണമിക്കുമ്പോഴും ആ ആശയധാരകൾക്കൊപ്പം നിൽക്കുമ്പോഴും പാർട്ടിയെ തള്ളിപ്പറയാതെ ആ ചെങ്കുടി തണലിൽ ഒന്നുകിൽ ഒരു ചെറിയ പരിഭ്രമം, ഇല്ലെങ്കിൽ ഒരു ഇറങ്ങിപ്പോക്ക് അവിടെ അവസാനിപ്പിച്ചു VS. മറ്റൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്കും VS കണ്ണയച്ചില്ല. ഒരു രാഷ്ട്രീയ ഭിക്ഷാബ്ദേഹിയായി VS മാറിയില്ല. VS പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന് VSന് അത്രമേൽ ആവശ്യമായിരുന്നു. VSന് ആ പ്രസ്ഥാനത്തിൽ 1964 VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അന്ന് കൂടെയുണ്ടായിരുന്ന 31 സഖാക്കളും കാണാത്ത ജീവിത ചരിത്രം പിന്നീട് VSന് കിട്ടുന്നതും അങ്ങനെ തന്നെയാണ്. ആ പാർട്ടിയുടെ അവസാനത്തെ സ്ഥാപക നേതാവിനെ ഒരാളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ആരാധകരുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. EMS നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ കരുതി അതൊരു യുഗാന്ത്യമാണ്. അത് AKG നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ കരുതി അതൊരു യുഗാന്ത്യമാണ്. AK കടന്നു പോകുമ്പോൾ മറ്റൊരു കാലത്തിന്റെ അന്ത്യം. ഇത് VS കടന്നു പോകുമ്പോൾ മറ്റൊരു കാലത്തിന്റെ അന്ത്യമായി മാറുന്നുണ്ട്. പക്ഷേ ഈ കാലം, ഈ മുദ്രാവാക്യം വിളിക്കുന്നവർ പറയുന്നത് പോലെ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കുമെന്നാണ്. VSനോട് എന്തെങ്കിലും നമുക്ക് നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ, VSനോട് നന്ദി കാട്ടാൻ കഴിയുമെങ്കിൽ അത് VS ഉയർത്തിയ മുദ്രാവാക്യം ഈ മണ്ണിൽ ശാശ്വതമാക്കുക എന്നതാണ്. ആ രാഷ്ട്രീയ നീതിയുടെ കെടാത്ത തീ ഉയർത്തിപ്പിടിക്കുക, അതൊരു പ്രകാശനാളമായി ഉയർത്തുക എന്നതാണ്. അതിനുവേണ്ടി ചെറുപ്പക്കാരടക്കം കാത്തിരിക്കുന്നു. നമ്മളിപ്പോൾ ഹരിപ്പാട്ടേക്കാണ് എത്തിയിരിക്കുന്നത്. ഹരിപ്പാട് ജംഗ്ഷനിൽ കൂടി നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ പ്രേക്ഷകർക്ക് കാണാം. ഇന്നലെ രാത്രി മുതൽ മനുഷ്യർ കാത്തിരിപ്പാണ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഈ സ്ഥലം കടന്നു പോകുമെന്നാണ് രണ്ടാമത് അറിയിപ്പ് കിട്ടിയിരുന്നത്. ആലപ്പുഴ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുന്നതിന് ഒരുപക്ഷെ മിനിറ്റുകൾക്ക് മുമ്പ് ഹരിപ്പാട് കടന്നു പോകും. 8:45 ഹരിപ്പാട് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ 12 മണിക്കൂർ വൈകിയാണ് VSനെയും വഹിച്ചുകൊണ്ടുള്ള